ഈമാനുണ്ടോ നമുക്ക്? ഈമാനുണ്ടോ? ഞാൻ ആദ്യം എന്നോട് ചോദിക്കുന്നത്, ഈമാനുണ്ടോ നമുക്ക്? വലിൽ ഈമാനി സലാസു മറാത്തിബ, ഈമാന് 3 സ്റ്റെപ്പുകൾ ഉണ്ടത്രേ. അല്ലാഹുവിന്റെ ഖുർആനും റസൂലുള്ളാഹിന്റെ തിരുസുന്നത്തും എടുത്തു വെച്ചുകൊണ്ട് സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുകയാണ്, ഈമാനിന് 3 സ്റ്റെപ്പുകൾ ഉണ്ടത്രേ. 3 സ്റ്റെപ്പുകൾ. നമ്മൾ ഏത് സ്റ്റെപ്പിലാണ്? ഒന്നാമത്തെ സ്റ്റെപ്പ് ഏതാണെന്നറിയോ? അൽ ഈമാനുൽ അവാം. ഈമാനുൽ അവാം, സാധാരണക്കാരുടെ ഈമാൻ. സാധാരണക്കാരുടെ ഈമാൻ അതെന്ത് ഈമാനാണ്? വഹുവ ഈമാനു തഖ്ലീദിൽ മഹ്ദ്, പറഞ്ഞു കേട്ട് പിൻപറ്റുന്ന ഈമാൻ. മോനെ അല്ലാഹ് എത്ര ഉണ്ടടാ? അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ധാരാ മോനെ പഠിപ്പിച്ചു തന്നത്? അത് ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ ഉമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്, വഅദില് കേട്ടിട്ടുണ്ട്, ഉസ്താദുമാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ പറഞ്ഞു കേട്ട് പിന്തുടരുന്ന ഒരു ഈമാൻ ഉണ്ടല്ലോ, അതാണ് അൽ ഈമാനുൽ അവാം. ഏറ്റവും ലോ ലെവലാണ്, ഏറ്റവും താഴേക്കിടയിലുള്ള ഈമാനാണ്. നമ്മൾ ചിന്തിച്ചു നോക്കണം, നമ്മുടെ ഈമാൻ എവിടെയാണ്? എന്താ ഈ ഈമാനിന്റെ കുഴപ്പം എന്താണ്? ഈ ഈമാൻ പെട്ടെന്ന് തകർന്നു പോകും. പെട്ടെന്ന് തകർന്നു പോകും. ഒരു യുക്തിവാദിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് സംസാരിക്കാൻ അവന് പറ്റൂല. ഈ ഈമാനുള്ളവനാണെങ്കിൽ യുക്തിവാദിയുടെ സംസാരത്തിന്റെ മുമ്പിൽ അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു. നാളെ ഒരു കാദ്യാനി വന്നിട്ട് ഖുർആനിൽ ഇന്നതുണ്ട് എന്ന് പറയുമ്പോഴേക്കും അവൻ തകർന്നു പോകും. യുക്തിവാദിയുടെ മുമ്പിൽ അവൻ തകർന്നു പോകും. പിശാച് ഉപദ്രവിക്കേണ്ടി വരില്ല, വെറുതെ ഒന്ന് മാന്തിയാ മതി, അവന്റെ ഈമാൻ തകർന്നു പോകും. അതാണ് അൽ ഈമാൻ, ഒന്നാമത്തെ ഗ്രേഡിലുള്ള ഈമാൻ എന്ന് പറയുന്നത്, അൽ ഈമാനുൽ അവാം. ഇനി രണ്ടാമത്തെ ഈമാൻ ഏതാണ്? രണ്ടാമത്തെ ഈമാൻ എന്ന് പറയുന്നത് അൽ ഈമാനുൽ മുത്തക്കല്ലിമീൻ, മുത്തക്കല്ലിമീങ്ങളുടെ ഈമാൻ. അതായത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരുടെ ഈമാൻ. ശരിക്കും മനസ്സിലാക്കണം കേട്ടോ, ഹൃദയം കൊണ്ട് ഉൾക്കൊള്ളണേ. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്ന ഈമാൻ. അല്ലാഹ് എത്രയുണ്ട്? ഒന്നേ ഉള്ളൂ. അവന് തെളിവുണ്ട്. 2 ദൈവം ഉണ്ടായി കഴിഞ്ഞാൽ ലോകം നശിക്കും, ഉറപ്പല്ലേ? തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹു സർവശക്തനാണ്. എന്താ തെളിവ്? കണ്ടില്ലേ, പ്രപഞ്ചം തന്നെയാണ് ഇതിനുള്ള തെളിവ്. തെളിവുകളിലേക്ക് നോക്കി അള്ളാഹനെ മനസ്സിലാക്കുന്ന രണ്ടാമത്തെ വിഭാഗം. ഇവർ ഇത്തിരി സ്ട്രോങ് ആണ്, തെറ്റിപ്പോകാൻ സാധ്യതകളെ. എന്നാൽ മൂന്നാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്, ഏറ്റവും ഉറപ്പുള്ള ഈമാനുള്ള വിഭാഗം. അവർ അൽ ഈമാനുൽ ആരിഫീൻ, ആരിഫീങ്ങളുടെ ഈമാൻ, അള്ളാഹനെ അറിഞ്ഞവരുടെ ഈമാൻ, അംബിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ, ഔലിയാക്കളുടെ ഈമാൻ. പറഞ്ഞു കേട്ടതോ കേവലം തെളിവ് കണ്ടോ മാത്രമല്ല അവർ വിശ്വസിച്ചത്, അവർ കണ്ട് വിശ്വസിച്ചവരാണ്, അറിഞ്ഞു വിശ്വസിച്ചവരാണ്, ഉൾക്കൊണ്ട് വിശ്വസിച്ചവരാണ്. ഉറപ്പിന്റെ വെളിച്ചം കൊണ്ടാണ് അവർ വിശ്വസിച്ചിട്ടുള്ളത്. ഉറപ്പിന്റെ വെളിച്ചം, ഖൽബിൽ ഉറപ്പാണ് അല്ലാഹ്. അത് അങ്ങനെ ഉറച്ചവര് പറയുമ്പോഴാണ് അശ്ഹദു അല്ലാ ഇലാഹ. അശ്ഹദു എന്ന് പറഞ്ഞാൽ എന്താ? അശ്ഹദു എന്ന് പറഞ്ഞാൽ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹ് എങ്ങനെയാണെന്ന് നമ്മൾ എങ്ങനെയാ സാക്ഷ്യം വഹിക്കുക? നമ്മൾ കണ്ടിട്ടുണ്ടോ അല്ലാഹനെ? കണ്ടിട്ടുണ്ടോ? നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ അല്ലാഹനെ? ഉണ്ടോ? ഇപ്പോ ഒരു പിറ കണ്ടു, ഒരാൾ മാസം കാണാൻ വേണ്ടി ഇങ്ങനെ നിൽക്കണം. പിറ കണ്ടിട്ട് ഖാദിനോട് പോയി പറയണം. ആ പറയേണ്ട വാചകം അറബിയിൽ ഇങ്ങനെയാണ്, അശ്ഹദു അന്നി റഅയ്തുൽ ഹിലാൽ. ഞാൻ പിറ കണ്ടു എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, കാരണം ഞാൻ കണ്ടതാണ്. ഇതുപോലെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് ഏകനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയണമെങ്കിൽ ഞാൻ എങ്ങനെ സാക്ഷിയാകും? കൽബിലേക്ക് അല്ലാഹ് എന്ന ബോധ്യമെത്തിയവനല്ലാതെ ഉറപ്പായും അത് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അതല്ലേ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അവസാന കാലം വരുമ്പോ രാവിലെ ചിലർ മുഅ്മിനായിരിക്കും, വൈകുന്നേരമാകുമ്പോ കാഫിറാകും. കിടന്നുറങ്ങുന്നത് മുസ്ലിമായിട്ടാണ്. ഫയുസ്ബിഹു കാഫിറ, കാഫിറായി കൊണ്ട് എഴുന്നേൽക്കും. അങ്ങനെ ഒരു കാലഘട്ടം വരാനുണ്ടെന്ന് ശഫീഉനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഈമാൻ വേണം. ധൈര്യം ഉണ്ടോ നമുക്ക് ഒരു യുക്തിവാദിയുടെ മുമ്പിൽ പോയി നിൽക്കാൻ? അവന്റെ കുറെ ചോദ്യങ്ങൾ വരുമ്പോൾ അവിടെ ആ ഈമാൻ കിട്ടണം. ഏത് ഈമാൻ? നീ എന്തൊക്കെ തെളിവ് പറഞ്ഞാലും എനിക്കുറപ്പുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് ഏകനാണ്. അവിടെ പിന്നെ തർക്കത്തിന് ഞാനില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു ഈമാനിലേക്ക് അവൻ എത്തണം. അല്ലാതെ വെറുതെ അങ്ങനെ പറഞ്ഞു കേട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടായി എന്നുള്ളൊരു കാര്യമില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, മുഹമ്മദ് വീട്ടിലുണ്ട്. മുഹമ്മദ് എവിടെയുണ്ട്? തെളിവെന്താ?
അത് ഉമ്മ പറഞ്ഞു മോനെടുക്കാം, അതേ മമ്മയ്ക്ക് വീട്ടിലുണ്ട് കേട്ടോ. ഇത് സത്യാകാനും നുണയാകാനും സാധ്യതയുണ്ട്, ഇല്ലേ? ആണോ അല്ലേ? മറ്റൊരറിവെന്താണ്? മമ്മദിന്റെ ചെരുപ്പ് ഇവിടെ ഉണ്ട്, മമ്മയ്ക്കവിടെ വണ്ടിയും കിടപ്പുണ്ട്. അപ്പൊ എന്തായി? അവന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉറപ്പായി. പക്ഷെ അതും തെറ്റാകാൻ സാധ്യതയുണ്ട്. കാരണം എന്താ? മമ്മദിക്ക് ഇന്ന് വേറെ ചെരുപ്പിട്ടുണ്ടാവും, പോയിട്ടുണ്ടാവുക. ഇന്ന് വണ്ടി എടുത്തിട്ടുണ്ടാവില്ല, നടന്നായിരിക്കും പോയിട്ടുണ്ടാവുക. അപ്പൊ മമ്മയ്ക്ക് അവിടെ ഉണ്ടെന്ന് അവൻ ഉറപ്പിക്കാൻ പറ്റുമോ? പറ്റൂല. എന്നാൽ മൂന്നാമത്തെ ഒരു ഘട്ടം ഉണ്ട്. അതേതാ? മമ്മദിക്കാടെ ഗേറ്റും തുറന്ന് വീട്ടിലേക്ക് കയറി ചെന്ന് മമ്മദിക്കാൻ അങ്ങ് കാണാം. അതാണ് യഖീൻ എന്ന് പറയുന്നത്. അതാണ് യഖീൻ എന്ന് പറയുന്നത്. അൽ മുശാഹദു ബിന്നൂരിൽ യഖീൻ. അള്ളാനെ അറിഞ്ഞുകൊണ്ട്, അള്ളാനെ കണ്ടുകൊണ്ട്, അള്ളാനെ ഉൾക്കൊണ്ടുകൊണ്ട് ഈമാനിൽ ഉറച്ചു നിൽക്കുന്ന മനുഷ്യരെ ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹുവിനെ ആസ്വദിക്കാൻ കഴിയുമെന്ന് ഇമാമുൽ ഗസ്സാലി രേഖപ്പെടുത്തി വെക്കുകയാണ്. ഖൽബിലേക്ക് ഇറങ്ങിച്ചെന്ന് ആരെ കാണണം? അള്ളാനെ കാണണം. അള്ളാഹുടെ കസേരയിട്ടിരിക്കുകയാണെന്നല്ല എൻ്റെ അർത്ഥം. അങ്ങനെ വിശ്വസിച്ചാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, ഇസ്ലാമിൽ നിന്ന് നമ്മൾ പുറത്തു പോകും. അള്ളാന്റെ മഅരിഫത്ത് കൊണ്ട് ഖൽബിലൂടെ അള്ളാനെ അറിയാൻ നമുക്ക് കഴിയണം. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റആ ഖൽബി റബ്ബി, എൻ്റെ ഹൃദയം എൻ്റെ നാഥനെ കണ്ടിരിക്കുന്നു. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്, എൻ്റെ ഹൃദയം എൻ്റെ നാഥനെ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഹൃദയം എന്താ കണ്ടത്? ഒരിക്കലും സ്വഹാബത്തി ഉദിക്കുന്നുണ്ട്, ഐനല്ലാഹ്, എവിടെയാണ് അല്ലാഹു? ഫിൽ അർളി ഔ ഫിസ് സമാ, ഭൂമിയിലാണോ ആകാശത്താണോ നബിയേ? കാരുണ്യത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി കൊടുക്കുക, ഫീ ഖുലൂബി ഇബാദിഹിൽ മുഅ്മിനീൻ, അള്ളാന്റെ അടിമകളായ മുഅ്മിനീങ്ങളുടെ ഖൽബിലാണ് അല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? മുഅ്മിനിന്റെ ഹൃദയത്തിന് അള്ളാനെ ഉൾക്കൊള്ളാൻ കഴിയും. അള്ളാഹുവിന്റെ ഇൽമ്, അള്ളാന്റെ മഅരിഫത്ത് ഉൾക്കൊള്ളാൻ എന്തിനു പറ്റൂ? ഈമാനുള്ളവന്റെ ഹൃദയത്തിനെ പറ്റൂ. കഴിഞ്ഞ ആഴ്ച നമ്മൾ സുഹ്റുഫിൽ ആയത്തെ കോതി തന്നില്ലേ? ആകാശഭൂമികളോട് അള്ളാനെ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. അവിടെ അത് ഏറ്റെടുത്തത് മുഅ്മിനാണ്, അള്ളാഹുവിന്റെ മനുഷ്യനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചു തരികയാണ്. നമ്മുടെ ഈമാനിന് കരുത്ത് വേണം. ഖൽബ് കൊണ്ട് റബ്ബിനെ കാണണം. അങ്ങനെ കണ്ടില്ല എങ്കിൽ നമ്മുടെ ഈമാൻ ദൗർബല്യമുള്ള ഈമാനാണ്. ഏത് സെക്കൻഡിലും വഴിതെറ്റി പോകുന്ന ആളുകളായി നമ്മൾ മാറും. ഒരാൾ വന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റാതെ, കൗണ്ടർ ചെയ്യേണ്ട, എനിക്ക് ഉറപ്പാടോ, നീ നിന്റെ പണി നോക്കുമെന്ന് പറയാൻ പറ്റുന്ന ഒരു ഈമാൻ ഉണ്ടല്ലോ, ആ ഈമാൻ കിട്ടണം. അല്ലാതെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുമ്പോഴേക്ക് അതെ അങ്ങനെയുണ്ടോ അതോ എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു ഈമാനിൽ വർദ്ധനവ് നൽകുമാറാകട്ടെ. അതിന് ജിഹാദ് ചെയ്യണം. എവിടെ ജിഹാദ് ചെയ്യണം? ഖൽബിനകത്ത് ജിഹാദ് നടക്കണം. പിശാചിന്റെ ഏറ്റവും വലിയ കോട്ട നമ്മുടെ ഖൽബിനകത്തുണ്ട്. അത് പൊളിക്കാനുള്ള ജിഹാദ് നടക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹ്. മോദി എവിടെ ഭരിക്കണേ? നരേന്ദ്രമോദി ഭരിക്കുന്നത് എവിടെയാ? ഏത് രാജ്യം ഭരിക്കുന്നേ? ഇന്ത്യയാണ്. അതിലും വലിയ മോദി നമ്മുടെ കൽബിലുണ്ട്. അതിലും വലിയ ഫാസിസ്റ്റ് നമ്മൾ തന്നെയാണ്. ചില ഘട്ടങ്ങളിൽ ഏറ്റവും വലിയ നാസിസം പേർന്നവർ നമ്മൾ തന്നെയാണ്. മറ്റുള്ളവരോട് വിദ്വേഷം, ഞാനും എന്റെ കെട്ടിയോടും എന്റെ കുട്ടിയോടും മറ്റുള്ളവരിലേക്ക് നോക്കൂല. സ്വജനപക്ഷപാതിത്വം എന്റെ കൽബിലുണ്ട്. ഞാനാണ് ഏറ്റവും വലിയ മോദി, എന്റെ കൽബാണ് ഏറ്റവും വലിയ മോദി, ഏറ്റവും വലിയ അമിത്ഷാ എന്റെ കൽബാണ്. എന്നിട്ടാണ് പുറത്തുള്ള ഫാസിസ്റ്റുകളോട് യുദ്ധം. ആ യുദ്ധം ശരിയാകണമെങ്കിൽ ഇവിടെ ഒരു യുദ്ധം കഴിഞ്ഞിട്ട് പോകണം. ഉദ്ഹിയ്യത്ത് ഇറക്കുമ്പോൾ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്നുള്ള ആട്ടുംകുട്ടി അറുക്കുന്നത് സ്വന്തം ശരീരത്തിലുള്ള പോത്തിനറുത്തിട്ടാണ്. കാരണം എന്താ? വന്ന വഴിക്ക് ശൈത്താൻ പലതവണ നോക്കിയിട്ടുണ്ട് തടയാൻ. പറ്റൂലടാ, അള്ളാഹ് പറഞ്ഞു ഞാൻ ഉദ്ഹിയ്യ ചെയ്യും, നടക്കൂല. ഇപ്പൊ വേറെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ ഉദ്ഹിയ്യത്ത്? ഏതൊരു മൃഗത്തെ പറിച്ച് വെറുതെ കൂടെ ഇറക്കുന്നു, കൽബിൽ വല്ല വേദന ഉണ്ടാവും. കൽബിനകത്തുള്ളൊരു പോത്തുണ്ട്, നമ്മളെ ഈമാൻ തെറ്റിച്ച് കളയുന്ന ഒരു ശൈത്താനുണ്ട്, ഒരു നഫ്സുണ്ട്. അതിനെ അറുത്തിട്ട് ആ മൃഗത്തിന്റെ കഴുത്തിൽ കത്തിവെക്കുമ്പോഴാണ് നമ്മുടെ ഈമാൻ, നമ്മുടെ ബലി പൂർണ്ണമായിട്ട് സ്വീകരിക്കപ്പെടുക. പക്ഷെ നമ്മുടെ കൽബ് നന്നാകണില്ല. നമ്മൾ പുറത്ത് മാത്രം ജിഹാദ് ചെയ്യുന്നവരാണ്, മറ്റുള്ളവരിലേക്ക് മാത്രം നോക്കി നടക്കാൻ. സ്വന്തം ശരീരത്തിൽ ഒരു ഫാസിസ്റ്റ് ഉണ്ട്, സ്വന്തം ശരീരത്തിൽ നാസിസം പേറുന്നവരുണ്ട്.
അത് നന്നാക്കാതെ അള്ളാനെ കാണാൻ കഴിയില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ റസൂലുള്ളാഹ്. അള്ളാഹുവിന്റെ മലക്കുകളെ കുറിച്ച് പറയുന്നൊരു വേർഡുണ്ട്, മുഖറബീങ്ങളാണ്. മുഖറബീങ്ങൾ അള്ളാഹുവുമായി സാമീപ്യം സിദ്ധിച്ചവരാണ് അവർ. മനുഷ്യരെങ്ങനെയാണോ? ആണോ? മനുഷ്യർ ഭൂരിഭാഗവും അള്ളാഹുവുമായിട്ട് സാമീപ്യം സിദ്ധിച്ചവരല്ല. കാരണം എന്താ? മലക്കുകൾ അടുക്കാനും മനുഷ്യൻ അകലാനുള്ള കാരണം എന്താണ്? വാട്ട്സ് റീസൺ? അതിന്റെ പിന്നിലുള്ള കാരണം കുറെ മൃഗീയ ഗുണങ്ങൾ മലക്കുകൾക്കില്ല. അവരുടെ നഫ്സിലോ അവരുടെ ശരീരത്തിലോ മൃഗീയ ഗുണങ്ങൾ തൊട്ട് തീണ്ടിയിട്ടില്ല. എന്നാൽ ചില മൃഗീയ ഗുണങ്ങൾ മനുഷ്യനിൽ ഉണ്ട് എന്ന് പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ റസൂലുള്ളാഹ്. മൃഗീയ ഗുണങ്ങൾ നമ്മിലുണ്ട്. എല്ലാ മൃഗങ്ങളുടെയും സ്വഭാവമുണ്ട് മനുഷ്യന്. പന്നിയുടെയും നായയുടെയും കഴുതയുടെയും ഒക്കെ സ്വഭാവം ആർക്കുണ്ട്? മനുഷ്യനുണ്ട്. അത് മലക്കുകൾക്കില്ല എന്നാണ്. എന്തേ നായ മോശാണെന്ന് പറയാൻ കാരണം? ആ നായയുടെ സ്വഭാവം എന്താണ്? എടുത്തു ചാടുന്ന ആളാണ് നായ. നമ്മുടെ കൽബിൻ്റെ അകത്തൊരു നായ കിടപ്പുണ്ടെങ്കിൽ, വിരുന്നുകാരൻ വന്നിട്ടുണ്ടോ, വീട്ടിൽ അതിഥി വന്നിട്ടുണ്ടോ, ഞാൻ സംസാരിക്കുന്നത് ആലിമ്യങ്ങളോടാണോ സയ്യിദിനോടാണോ, എടുത്തു ചാടി കുറച്ച് ചാടുന്നൊരു സ്വഭാവം നമ്മളിൽ പല ആളുകൾക്കുണ്ടാവും. എന്നിട്ട് പറയുന്നൊരു ഡയലോഗ് എന്താണ്? ഒരു ഡയലോഗുണ്ട്, ഞാനുള്ളത് മുഖത്തോക്കി പറയുന്ന ആളാട്ടോ, ഇതേ ഉള്ളത് മൂപ്പരുടെ മുഖത്തോക്കി പറഞ്ഞു നോക്കി പിന്നെ നമ്മളോട് മിണ്ടൂല അല്ലേ? അങ്ങനെ കുറെ ആളുകളുണ്ട്. ഉള്ളത് മൂത്ത് നോക്കി ഞാൻ പറയുന്ന ആളാണെന്ന് സ്വയം പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞു നടക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ ഏറ്റവും വലിയ കള്ളനാണെന്നാണ് ഹദീസ് വെച്ചുകൊണ്ട് ഇമാമിങ്ങൾ പറഞ്ഞു അല്ലേ? ഡയലോഗാണ്. അതായത് ഈ നായയുടെ സ്വഭാവമുള്ള മനുഷ്യൻ എന്താണ്? കാലബോധം ഉണ്ടാവൂല. വായി തോന്നുന്നത് എവിടെയാണെങ്കിലും വിളിച്ചു പറയും, ഞാനൊരാളാവണമെന്ന് കാണിക്കണം. എവിടെ വെച്ചാണ്, എങ്ങനെയാണ്, എന്താണ് ഞാൻ ഈ പറയുന്നത് എന്നുള്ളൊരു ബോധം ഉണ്ടാവൂല. എന്തും വിളിച്ചങ്ങോട്ട് പറയും. അത് നായയുടെ സ്വഭാവമാണ്. ആ നായയെ ചങ്ങലക്കിടാതെ നിനക്ക് അല്ലാഹനെ കാണാൻ പറ്റൂല. എന്താണ് ഈ പന്നിയുടെ ഉസ്താദി മിഹ്റാബിൽ നിന്നിട്ട് നായ എന്നൊക്കെ പറയല് മോശമല്ലേ എന്നാണ്. ഞാൻ ഖുർആനായത്താട്ടോ പറയണേ. അല്ലാഹ് ഖുർആനിൽ പറയുന്നുണ്ട്. ഞാൻ അതിന് തെളിവ് പറഞ്ഞ വിഷയമില്ലല്ലോ. ചില മനുഷ്യന്മാർ നായയെ പോലെയാണെന്ന് ഖുർആൻ, ചിലർ കഴുതയെ പോലെയാണെന്ന് ഖുർആൻ. ഇതൊക്കെ ഖുർആനിന്റെ വചനങ്ങളാണ്. നമ്മൾ എങ്ങനെ പ്രയോഗിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. എന്താണ് ഈ പന്നിയുടെ സ്വഭാവം? എന്താണ്? ആർത്തിയാണ്. ഭയങ്കര ആർത്തിയുള്ള മനുഷ്യന്മാർ നമുക്കിടയിലുണ്ട്. ആ ആർത്തിയും കൊണ്ട് നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് തിരിച്ചറിയാൻ പറ്റൂല. കാരണം നിങ്ങളുടെ അകത്തുള്ള പന്നിയെ നിങ്ങൾ ഓടിക്കണം. പുറത്ത് നായയെ കാണുമ്പോൾ പന്നിയെ കാണുമ്പോൾ നമ്മൾ മാറി നിൽക്കണ പോലെ കൽബിനകത്ത് കിടക്കുന്ന നായയെയും പന്നിയെയും മാറ്റി നിർത്തിയാലേ നിനക്ക് അല്ലാഹനെ കാണാൻ പറ്റും, ലാ ഇലാഹ ഇല്ലല്ലാഹ് തിരിച്ചറിയാൻ പറ്റും. കഴുത, ജാഹിൽ, അറിവില്ലാത്തവൻ നമ്മളൊന്ന് ഓട കഴുതേ എന്ന് നമ്മൾ പറയും. ആ കഴുത നമ്മുടെ കൽബിൻ്റെ അകത്തുണ്ട്. ആ കഴുതയെ മാറ്റി നിർത്തണമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ. അപ്പൊ ഈ എടുത്തുചാട്ടവും ഈ ആർത്തിയും ഈ അറിവില്ലായ്മയും ജഹ്ല് ഈ സ്വഭാവമൊക്കെ നമ്മുടെ കൽബിൽ നിന്ന് മാറ്റി നിർത്തിയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആസ്വദിക്കാൻ കഴിയും. അവനെ പറയാൻ കഴിയും, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനോഹരമായ ഒരു ഹദീസ് ഉണ്ട്. യുഹ്ശറു കുല്ലു നഫ്സിൻ കുല്ലു ശഖ്സിൻ അലാ സൂറത്തിഹിൽ മഅനവിയ്യ. ഗൗരവമുള്ള ഒരു ഹദീസാണ്. നാളെ മഹ്ശറിൽ മനുഷ്യന്മാരെ ഹാജരാക്കപ്പെടുന്നത് അവന്റെ മനസ്സ് ഏത് ജീവിയുടെ രൂപത്തിലാണോ ആ കോലത്തിലായിരിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ഇത്ര ഗൗരവമുള്ള ഹദീസാണ്. നാളെ പരലോകത്ത് ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദ അർ-റഹ്മാൻ വസദഖൽ മുർസലൂൻ. ആരാണ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത്? ഈ ഭീകരാന്തരീക്ഷം നിലനിൽക്കുന്ന ഈ സ്ഥലത്തേക്ക് ആരാണ് ഞങ്ങളെ വിളിച്ചുണർത്തിയത്? മലക്കുകളോട് ആക്രോശിക്കുന്ന ഒരു നിമിഷമുണ്ട്. ആ നിമിഷത്തിൽ നമ്മുടെ രൂപം ഏതായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയാ. നീ ഏത് രൂപത്തിലാണ്, നീ ഏത് കോലത്തിലാണ്, ഏത് മനുഷ്യന്റെ സ്വഭാവമായിരുന്നു നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത്? നായയെപ്പോലെ എടുത്തു ചാടുന്ന സ്വഭാവമായിരുന്നോ? പന്നിയെപ്പോലെ അത്യാർത്തിയുള്ള സ്വഭാവമായിരുന്നോ? ഏത് മൃഗത്തെയാണോ നീ നിന്റെ സ്വഭാവമായി ഉൾക്കൊണ്ടിട്ടുള്ളത്? നിന്റെ രൂപം നാളെ മഹ്ശറിൽ അതായിരിക്കുമെന്ന് സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അകത്തുള്ള നായയെ പുറത്താക്കാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാൻ കഴിയില്ല. അതാണ് റസൂലുള്ളാഹ് ചോദിച്ചത്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ ഹദീസില്ലേ, അവസാന കാലത്ത് ചില ആളുകൾ വരും, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കും. അവര് കാഫിറാണ്, മുശ്രിക്കാണെന്നൊക്കെ പറഞ്ഞ് ഉമ്മത്തിന് മുശ്രിക്കും കാഫിറും കാക്കും. അവനെ വിളിച്ചു നിർത്തിയിട്ട് മാ ഹുവ ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്താണ് ഈ കലിമ, എന്താണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്? അത് അല്ലാഹു അല്ലാഹ് അർത്ഥമല്ല ചോദിച്ചത്, എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? പറയാൻ അറിയില്ല, കാമ പറയാൻ അറിയില്ല, മിണ്ടാതെ തല താഴ്ത്തി പോകുന്ന കാലഘട്ടം വരുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്.
അതാണ് ആ കുട്ടി എന്നോട് ചോദിച്ചത്. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന നമ്മുടെ ഈ ബാച്ചിലുള്ള ഒരു കുട്ടി വിളിച്ചു ചോദിച്ചത്, ഉസ്താദെ അവർ പറയുന്നതിൽ സത്യം ഉണ്ടായിരുന്നെങ്കിൽ ആ പ്രസംഗം കഴിഞ്ഞ് ഉമ്മത്ത് മുസ്ലിമിനെ കാഫിറാക്കിയിട്ട് ആ കാഫിറിന്റെ പിന്നിൽ പോയി എങ്ങനെയാണ് ഉസ്താദെ അവർക്ക് നാണമില്ലാതെ നിസ്കരിക്കാൻ കഴിയുക എന്ന കുട്ടി ചോദിച്ചത് ഒരു യാഥാർത്ഥ്യമല്ലേ? കാഫിറാണെങ്കിൽ പിന്നെ തൊടാൻ പറ്റുമോ? നിസ്കരിക്കാൻ പറ്റുമോ ഇങ്ങനെ പോയിട്ട്? എന്തിനാണ് ഉമ്മത്ത് മുസ്ലിമിന്റെ ഇടയിൽ ഇങ്ങനെ ഭിന്നത ഉണ്ടാക്കുന്നത്? ഒരു എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട് ഉസ്താദെ, തൗഹീദ് പഠിക്കാൻ തീരുമാനിച്ചപ്പോൾ യുക്തിവാദന്റെ തലേന്ന് വിട്ടുന്ന്. അള്ളാഹു നമ്മുടെ കുട്ടികളെയൊക്കെ നല്ല നിലക്ക് നിലർത്തി തരുമാറാകട്ടെ, സ്വാലിഹ്യങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ചതിക്കുഴികൾ ഇപ്പൊ എന്റെ കോളേജിൽ തന്നെ ഒരുപാട് കുട്ടികൾ ഇതിനെ പെട്ടുപോയിട്ടുണ്ട്. യുക്തിവാദത്തിലൊക്കെ, നിരീശ്വരവാദത്തിൽ. യുക്തിവാദം എന്ന് തന്നെ പറയാൻ പറ്റൂല. അമിതമായ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് പല കുട്ടികൾ ഇവരിങ്ങനെ പിന്നാലെ നടന്ന് ഹൈജാക്ക് ചെയ്യാൻ. സംഘടനയൊന്നുമില്ല, പക്ഷെ ഉമ്മത്ത് മുസ്ലിം പള്ളിയിലേക്ക് ഏതെങ്കിലും ഒരു കുട്ടി പോകുന്നുണ്ടെങ്കിൽ പിന്നാലെ അവൻ്റെ കൂടെ കൂടും, അവൻ എന്തെങ്കിലുമൊക്കെ ഫുഡ് വാങ്ങിക്കൊടുക്കും, പതിയെ അവരുടെ ആളാക്കി മാറ്റും. അപ്പൊ നമുക്ക് ഈമാൻ വേണ്ടേ? ആ ഈമാൻ ഞാൻ പറഞ്ഞ ഒന്നാമത്തെ ഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോഴും കിടക്കുന്നതെങ്കിൽ നമ്മൾ പെട്ടുപോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. തെളിവുകളും കടന്ന് നമ്മുടെ കൽബിൽ അള്ളാഹുവിന്റെ മഅരിഫത്ത് കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയണം. അപ്പോഴേ നമുക്ക് കുറച്ച് പറയാൻ പറ്റുള്ളൂ. നീ എന്തൊക്കെ പറഞ്ഞാലും മോനെ തൗഹീദ് വിട്ടൊരു കടിയില്ലട്ടോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിട്ടൊരു കടിയില്ലട്ടോ എന്ന് പറയാൻ കഴിയണമെങ്കിൽ ആ ആരിഫീങ്ങളോടൊപ്പം നമുക്ക് എത്താൻ കഴിയണം. അള്ളാഹു അതിനെ തൗഫീക്ക് നൽകുമാറാകട്ടെ. എന്തിനാ റമദാൻ? ഇനി എത്ര മാസം ഉണ്ട് റമദാൻ? മറന്നുപോയോ? 3 മാസമുള്ളൂ അല്ലേ? മാർച്ചിൽ അറബി മാസം എത്ര ഉണ്ട്? ഇതിപ്പോ ഏതാ അറബി മാസം? ഏതാണ് നമ്മുടെ മാസം? ഏതാണ്? ജമാദുൽ ഉഖ്റ, പിന്നെ റജബ്, ശഅബാൻ. ഇപ്പൊ എത്ര ഉണ്ട്? ഇനി 3 മാസം. റമദാൻ. എന്തിനാ റമദാൻ? എന്തിനാ? ഈ അന്നവും ഭോഗവും കുറെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളെ മലക്കിലേക്ക് ഉയർത്താനാണ് റമദാൻ. റമദാൻ കഴിയുമ്പോൾ നമ്മൾ നന്നാകണം. പക്ഷെ നമ്മൾ ഒന്നുകൂടെ മോശമായി പോവാണ്. നമ്മൾ റമദാനിൽ മലക്കിനോളം ഉയർന്നു കഴിഞ്ഞാൽ ലഅല്ലക്കും തത്തഖൂൻ, നിനക്ക് അല്ലാഹനെ കാണാൻ പറ്റുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. ആ യുദ്ധം അനിവാര്യമാണ് എന്നാണ്. നമ്മുടെ ഖൽബിൽ ഒരു യുദ്ധം നടക്കേണ്ടതുണ്ട്. അങ്ങനെ നടന്നാൽ, നമ്മൾ പരിശ്രമിച്ചാൽ, സൂറത്തു റൂമിന്റെ 69-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. നിങ്ങൾ എന്റെ മാർഗത്തിൽ നന്മ ചെയ്ത് എന്നെ തിരിച്ചറിയാൻ വേണ്ടി ജിഹാദ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് മാർഗങ്ങൾ തുറന്നു തരും. എന്നെ കാണാനുള്ള അവസരം ഞാൻ നിങ്ങൾക്ക് തരും. എന്റെ മഅരിഫത്ത് നിങ്ങൾക്ക് ഞാൻ തരുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. പുറത്തുള്ളവരെ വിമർശിക്കും അല്ലേ? പുറത്തുള്ളവരെ കുറ്റം പറയാൻ, വിമർശിക്കാൻ 100 നാവാണ് നമുക്ക്. എന്നെങ്കിലും സ്വന്തത്തെ നമ്മൾ വിമർശിച്ചിട്ടുണ്ടോ? സ്വന്തം നഫ്സ്. നമ്മൾ പറഞ്ഞു നെഫ്സിന്റെ 3 കാറ്റഗറി നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. പേരെന്തൊക്കെയാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒന്ന് നെഫ്സ് അമ്മാറ, പിന്നെ നെഫ്സ് നെഫ്സ് ഏതാണ്? ലൗവാമ, പിന്നെ 3-ാമത്തേത് നെഫ്സ് മുത്തുമഇന്ന. അതായത് ഈ 2 കടമ്പ കടന്ന് 3-ാമത്തേൽ എത്തിയാലാണ് നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ. ടെൻഷൻ ഫ്രീ ആയിട്ട് സ്വസ്ഥതയോടെ എൻ്റെ കൂടെ ഇന്ന മഈ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ നാഥനുണ്ട്, എനിക്ക് ഭയപ്പെടേണ്ടതില്ല എന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് എത്താൻ കഴിയണമെങ്കിൽ ഈ നമ്മുടെ നെഫ്സിൽ നിന്ന് നമ്മൾ മേലോട്ട് ഉയരേണ്ടതുണ്ട്. നമ്മളിപ്പോഴും ആ ചെളിക്കുടി തന്നെ കിടക്കാൻ, നെഫ്സ് അമ്മാറയുടെ ചതിക്കുടിയിൽ കിടക്കാൻ. പക്ഷെ അതിലെങ്ങനെ പുറത്തു വരാൻ നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ അതുപോലെ ആനുകാലികമായ വലിയ വിഷയങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് പറയാം. അല്ലാഹു അത് ഉൾക്കൊള്ളാൻ തൗഫീക്ക് നൽകട്ടെ. ഏറ്റവും വലിയ വിഷയം ഇത് തന്നെയാണ് ആനുകാലികമായിട്ട് പറയേണ്ടത് അല്ലേ? തൗഹീദില്ലാതെ എന്താ അമല്? തൗഹീദില്ലാതെ അമലുണ്ടോ? ഉണ്ടോ? തൗഹീദില്ലാതെ അമലുണ്ടോ? തൗഹീദാണ് ക്ലിയർ ആകേണ്ടത്. നമ്മൾ കേട്ട തൗഹീദ് ഒച്ചപ്പാടും ബഹളവും പച്ചത്തെറി വിളിച്ചിട്ട് വാടാ തൗഹീദിലേക്ക്, അതൊന്നും അള്ളാന്റെ ദീനല്ല. കാഫറും മുശ്രിക്കും ആക്കിയിട്ട് തമ്മീത്തൽ, അതൊന്നും അള്ളാന്റെ ദീനല്ല കേട്ടോ. അള്ളാന്റെ ദീൻ അത് കാരുണ്യവാന്റെ ദീനാണ്. അത് മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അത് കണ്ടിട്ടല്ലേ കോടിക്കണക്കിന് മനുഷ്യന്മാർ ഇസ്ലാമിലേക്ക് വരണത്, അല്ലാതെ ഒച്ചപ്പാടും ബഹളങ്ങളും കേട്ടിട്ടാണോ? അള്ളാഹു ഉൾക്കൊള്ളാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പുറത്തുള്ളതിനെ വിമർശിക്കും, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഫിർഔനുണ്ട്, ഹാറൂനുണ്ട്, ഹാമാനുണ്ട്.
ഫാസിസ്റ്റുകളുണ്ട്, നാസിസ്റ്റുകളുണ്ട്. ഇതൊക്കെ നമ്മുടെ ഖൽബിൽ കിടപ്പുണ്ട്. ഇതിനെ വിമർശിക്കാൻ കഴിയണം, ഇതിനെ അകറ്റി നിർത്താൻ കഴിയണം. അവിടെ ജിഹാദ് ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് വഴി തുറന്നു തരുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഇനി നിങ്ങൾ സൂറത്ത് ഹുജറാത്തിന്റെ 15-ാമത്തെ ആയത്തോട് ഒന്ന് എടുത്തു നോക്കിയേ. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون. إنما المؤمنون മുഅ്മിനീങ്ങൾ ആരാന്നറിയോ? ഇന്നമ ചേർത്ത് പറയണം കുറച്ച്. ഇന്നമൽ മുഅ്മിനൂൻ, ആരാ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞ ആരാണ്? ആമനൂ ബില്ലാഹി വറസൂലി, അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ചവരാണ്. അപ്പൊ നമ്മളെ കയ്യിൽ പെട്ടു അല്ലേ? ബാക്കി പറയുന്നുണ്ട്, സുമ്മ ലം യർചബു, പിന്നെ ഒരു സംശയം പോലും ഉണ്ടാകാത്ത ആളുകളാണ്. ഒരു സംശയം വരാൻ പാടില്ല. നമ്മളങ്ങനെയാണോ? റസൂലുള്ള ആയിഷ ബീവിനെ കെട്ടുമ്പോൾ ആയിഷ ബീവിക്ക് 9 വയസ്സല്ലേ? അത് ശരിയാണല്ലോ, പോയി ഔട്ടായി പുറത്തോട്ട് വയ്ക്കും. ക്ലിയർ ആയിട്ടില്ല, ക്ലിയർ ആയിട്ട് നമുക്ക് തൗഹീദ് ക്ലിയർ ആയിട്ടില്ല. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഒരുത്തം വന്നിട്ട് ചോദിക്കാം, അള്ളാഹ് എല്ലാം പഠിച്ചെന്ന് നിങ്ങൾ പറയുന്നു, അപ്പൊ അള്ളാനെ പഠിച്ചതാണ്. ശരിയാണല്ലോ, അള്ളാനെ പഠിച്ചത് ആരാണ്? ഇപ്പം പോയി നമ്മൾ ഇതിന് ഔട്ടായി, നമ്മുടെ ഈമാൻ ശരിയായിട്ടില്ല. അപ്പൊ ഈമാനുള്ള മുഅ്മിൻ ആരാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിൽ അടിയുറച്ച് നിൽക്കുന്നവനാ. അതിന് എന്ത് ചോദ്യം ചോദിച്ചാലും അവിടെ നിന്ന് കുലുങ്ങൂല, അതിൽ പക്കയായിട്ട് നിൽക്കും. നമ്മുടെ ഈമാൻ പൊളിക്കാനായിട്ട് ഇബ്ലീസ് ഒന്നും കച്ച കെട്ടി വരേണ്ടതില്ല അല്ലേ? LKG പിള്ളേരുടെ ചോദ്യത്തിന് മുമ്പിൽ നമ്മൾ തകർന്നു പോകും. അല്ലാഹു ബലം നൽകുമാറാകട്ടെ. പിന്നെയോ വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം, സമ്പത്ത് കൊണ്ട് ജിഹാദ് ചെയ്യുന്നവരാണ്. സമ്പത്ത് കൊണ്ട് ജിഹാദ് ചെയ്യലാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് അള്ളാനെ കിട്ടാനുള്ള ഏറ്റവും വലിയ തടസ്സം എന്താണ്? ഞാൻ പലപ്പോഴും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ നിസ്കരിക്കാൻ നേരത്തെ എന്താ പറയുന്നത്? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ. സത്യത്തിൽ അത് ആ പറച്ചിലോടുകൂടെ തീർന്നില്ലേ? അവിടെ പിന്നെ നമ്മുടെ കൽബിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്താണ്? ബിസിനസിന്റെ കാര്യങ്ങൾ, ദുനിയാവിന്റെ കാര്യങ്ങൾ. അപ്പൊ അള്ളാനെ കിട്ടാൻ നമ്മുടെ കൽബിൽ തടസ്സമായി നിൽക്കുന്നത് സമ്പത്ത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ സമ്പത്തിനോട് ജിഹാദ് ചെയ്താലേ നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് കിട്ടുന്ന ഖുർആൻ പറയണേ. നമ്മൾ ഏറ്റെടുക്കാനൊക്കെ ഉഷാറുണ്ടോ? പള്ളിയുടെ കാര്യം പറയുമ്പോൾ ഉസ്താദേ ഞങ്ങൾ തരാം എല്ലാവരും ഏറ്റെടുക്കുമ്പോൾ ഉഷാറായി കാര്യങ്ങൾ. പിന്നെ അതൊന്ന് കയ്യിലേക്ക് കിട്ടണമെങ്കിൽ 10,000 ഏറ്റിട്ടുണ്ടെങ്കിൽ 15,000 പ്രാവശ്യം കമ്മിറ്റിക്കാർ വീട്ടിൽ കയറി ഇറങ്ങണ്ടേ? എന്തേ കാരണം? നമ്മളിപ്പോഴും സമ്പത്തിന്റെ അടിമയാണ്, നമ്മൾ അള്ളാന്റെ അടിമയായിട്ടില്ല. കാരണം നമ്മുടെ നെഫ്സ് പറയാൻ എടാ ഇച്ചിരി ടൈറ്റില്ല, അത് പിന്നെ കൊടുക്കാം. കുറേ കൊടുത്തില്ലെങ്കിൽ പിന്നെ അവർ വീട്ടിലോട്ട് വരൂല, അതങ്ങനെ ഇവിടെ പോയിക്കോളൂ എന്നാര് പറഞ്ഞു തരും നമുക്ക്? നമ്മുടെ നെഫ്സ് പറഞ്ഞു തരും. അവിടെ ഔദൊന്നും ചൊല്ലിയിട്ട് കാര്യമില്ല. ഔദ് പലപ്പോഴും ഫലിക്കില്ല. അതെന്തുകൊണ്ട് ഫലിക്കില്ല എന്ന് ഇൻഷാ അല്ലാഹ് ഇന്ന് സൂറത്തുൽ ഫാത്തിഹയുടെ ഔദു ബില്ലാഹി നമുക്ക് ചർച്ച ചെയ്യണം. എന്തുകൊണ്ടാണ് നമ്മൾ ഔദൊന്നും ഓതിയിട്ടും ശൈത്താൻ നമ്മളെ മേത്തോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്? ശൈത്താൻ നമ്മളെ പിന്നെ ഡിസ്റ്റർബ് ചെയ്യണത് എന്തുകൊണ്ടാണ്? അത് ഔദ് ഇൻഷാ അല്ലാഹ് ഇന്ന് സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീർ പഠിക്കണം. എല്ലാവരും ഉണ്ടാവൂലേ? ഇൻഷാ അല്ലാഹ് ഒന്നും ആ ഒരു വോയിസ് കിട്ടണല്ലോ, പഴയ പോലെ ഒന്നും ഉണ്ടാവൂലേ? അള്ളാഹു പഠിക്കാൻ തൗഫീക്ക് നൽകട്ടെ. തഫ്സീർ വെറും എന്താണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട ശൈത്താനിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ തേടുന്നു. വെറും ആ അർത്ഥം പഠിച്ചിട്ടൊന്നും കാര്യമില്ല. ആയത്ത് അതിൻ്റെ ആഴങ്ങളിൽ പഠിക്കുമ്പോഴാണ് നമുക്കത് ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ കഴിയുക. ഓരോ നിസ്കാരത്തിലും അഊദ് പറയുമ്പോൾ നമ്മുടെ ഖൽബ് ഒന്ന് പിടയ്ക്കണം. അതെന്താ അഊദിൽ ഒളിഞ്ഞിരിക്കുന്നത് നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സാമ്പത്തികമായ ഒന്ന് നമ്മുടെ മേൽ പിടിമുറുക്കിയിട്ടുണ്ട്. സമ്പത്തിനോട് ജിഹാദ് ചെയ്യണം, നിങ്ങളുടെ നെഫ്സിനോട് ജിഹാദ് ചെയ്യണം. ഈ 2 ജിഹാദുകളും കൃത്യമായാൽ നിങ്ങൾക്ക് അല്ലാഹനെ കാണാമെന്ന് ഖുർആൻ. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പള്ളി സ്ഥലം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്തൊരുപാട് ആളുകളുണ്ട്. മുഴുവൻ ആളുകളും കൊടുത്തിട്ടില്ല. അപ്പോൾ അത് എത്രയും പെട്ടെന്ന്, ഇനി അധികം ദിവസങ്ങളില്ലല്ലോ നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട്, അത് കൊടുത്തു തീർക്കണം. കാരണം അള്ളാഹുവിനോട് നമ്മൾ ഏറ്റെടുത്തൊരു ഉത്തരവാദിത്തം, അള്ളാഹുവിൽ ഏറ്റെടുത്ത ഉത്തരവാദിത്വം ലംഘിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമ്മളെ അള്ളാഹിൻ്റെ റസൂൽ പെടുത്തിയ ഒരു കാറ്റഗറി മുനാഫിക്ക് എന്ന് പറഞ്ഞിട്ടാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏറ്റെടുത്തവരൊക്കെ അത് കൊടുക്കുക. ചിലപ്പോൾ വിട്ടുപോയതായിരിക്കും, ഈ തിരക്കുകൾ കൊണ്ടായിരിക്കും. ഇൻഷാ അല്ലാഹ് ഉത്തരവാദിത്വം എത്രയും പെട്ടെന്ന് അത് വീട്ടണം. നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പള്ളി ആരുടേതാണ്? പള്ളി ഹത്തീബിൻ്റെതോ കമ്മിറ്റിക്കാരുടേതോ ആണോ? അല്ല, പള്ളി ആരുടേതാണ്?
നമ്മൾ പറയണില്ല. ആരുടെ? നമ്മൾ വഖഫ് ചർച്ച ചെയ്തില്ലേ കഴിഞ്ഞ ആഴ്ച? പള്ളി ആരുടേതാണ്? അള്ളാഹിൻ്റെ മാത്രമാണ്. നമ്മളൊക്കെ പള്ളിയുടെ സേവകരാണ്. നമ്മളെല്ലാവരും സേവകരായ നമ്മൾ അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലും ഏറ്റെടുത്തിട്ട് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അള്ളാഹ് നമ്മൾ വെറുതെ വിടും. അള്ളാഹിനെ പറ്റിക്കാമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? അറിയില്ല. അള്ളാഹിനെ അങ്ങോട്ട് പറ്റിച്ചേക്കാം അങ്ങനെ തോന്നുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾ പറയണില്ല. ഉണ്ടെന്നോ? ഇല്ല, ഉണ്ടില്ല എന്നാണ്. ഇല്ല ഇല്ല. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ എപ്പോഴും ഓതുന്ന ആഴ്ച. അള്ളാഹിനെ പറ്റിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹ് നന്നായി തിരിച്ചു പറ്റിക്കുന്നവനാണെന്ന് ഖുർആൻ. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഗൗരവമുള്ള ആയത്താണ്. ഞാൻ ചിരിച്ചു പറഞ്ഞു പോയി അല്ലേ? അതിൻ്റെ ഗൗരവം വിട്ടുകളയാൻ പാടില്ല. അപ്പൊ നമ്മൾ ഈ സാധനങ്ങളോട് ജിഹാദ് ചെയ്യണമെന്ന ഖുർആൻ പറഞ്ഞ്. ഈ രണ്ട് ജിഹാദും, നഫ്സിനോട് സമ്പത്തിനോട്, നഫ്സും സമ്പത്തും, ഈ രണ്ട് സാധനത്തിനോട് ജിഹാദ് ചെയ്തെങ്കിലേ നിനക്ക് അല്ലാഹനെ കിട്ടൂ, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് എത്താൻ കഴിയൂ. ഇല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആസ്വദിക്കാൻ കഴിയില്ല, ഈമാൻ പൂർണ്ണമാകില്ല. അങ്ങനെ ക്ലിയർ ആക്കി കഴിഞ്ഞാലോ, ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, ഇവർ മാത്രമാണ് സത്യസന്ധരായ ആളുകൾ, അല്ലാത്തവരൊക്കെ കള്ളന്മാരാണ്. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ആ കള്ളത്തിലാണ് പറയേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയായിട്ടില്ല. കാരണം അവന്റെ കൽബിൽ ഇപ്പോഴും നഫ്സാണ് വലുത്, അവനാണ് വലുത്, അല്ലെങ്കിൽ സമ്പത്താണ് വലുത്, അല്ലാഹ് വലുതായിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് കറക്റ്റ് ആയിട്ട് പറഞ്ഞെങ്കിൽ അവൻ ജിഹാദ് ചെയ്യണം സ്വന്തം നഫ്സിനോടും സമ്പത്തിനോടുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ സൂറത്തുൽ ഹുജറാത്തിന്റെ 15-ാമത്തെ ആയത്ത് നിങ്ങൾ പോയി എടുത്തിങ്ങനെ ചിന്തിച്ചു നോക്ക്. എന്നിട്ട് ജിഹാദി നോക്കി നമുക്ക് സമാധാനം കിട്ടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. യുദ്ധം നടക്കണം. സഅദി ഷിറാസി എന്ന് പറയുന്ന ഒരു അറബ് കവി, അദ്ദേഹത്തിന്റെ ഒരു കവിത വിവർത്തനം ചെയ്യപ്പെട്ടാൽ ഇങ്ങനെ വായിക്കാം: നിങ്ങളുടെ ശത്രുവിന്റെ കൂടെയാണ് നിങ്ങൾ സദാ വസിക്കുന്നത്, എന്തിന് അന്യരോടുള്ള യുദ്ധം നിങ്ങളെ അലട്ടുന്നു. നിങ്ങൾ സദാ വസിക്കുന്നത് ആരുടെ കൂടെയാണ്? നിങ്ങളുടെ ശത്രുവിന്റെ കൂടെയാണ്. എന്നിട്ട് അന്യരോട് യുദ്ധം ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യം. അത് വേണ്ടാന്നല്ല, ആവശ്യത്തിന് അതൊക്കെ വേണം. പക്ഷെ ഏറ്റവും വലിയ ശത്രു ഇവിടെ ഉണ്ട്. ഇപ്പൊ നമ്മളേതെങ്കിലും നമുക്കൊരു പുറത്തൊരു ശത്രു ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ വിഷയം പറഞ്ഞ് തെറ്റി നമ്മളൊന്ന് താന്നു കൊടുത്താൽ ആ മനുഷ്യൻ നമുക്ക് വിട്ടുവീഴ്ച ചെയ്ത് തരും, പ്രശ്നത്തിലേക്ക് പോകും. എന്നാൽ നഫ്സിനോട് താഴ്ന്നു കൊടുത്താൽ അവൻ മോളിൽ കയറും. അങ്ങനെയാണ്. നഫ്സ് എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ അത് സാരമില്ല, അത് പോട്ടെ, ഒരു തവണയല്ലേ, ഇത്തവണ നമുക്ക് അങ്ങനെ ചെയ്യാം, അടുത്ത തവണ റെഡിയാക്കാം, അതിൽ താഴ്ന്നു കൊടുത്താൽ നഫ്സ് നമ്മളെ കയറി ഭരിക്കും. അള്ളാഹുവിൽ നിന്ന് നഫ്സ് നമ്മളെ തടയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇമാം ബൂസൂരി പാടിയില്ലേ, വന്നഫ്സു ഖത്തിഫ്ലീൻ തുഹ്മിൽഹു ശബഅലാ ഹുബ്ബിർ റദാഇ വഇൻ തഫ്തിംഹു യൻഫതിമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ. ഇമാം ബൂസൂരി റഹിമഹുല്ലാ അവിടുത്തെ ഖസീദത്തുൽ ബുർദയിൽ പാടിയ മനോഹരമായ വരിയാണ് അന്നഫ്സു ഖത്തിഫ്ലി ഇൻ തുഹ്മിൽഹു ശബ്ബഅലാ ഹുബ്ബിർ റദാഇ വഇൻ തഫ്തിംഹു യൻഫതിമി. നഫ്സിന്റെ ഒരു സ്വഭാവം പാലുകുടി നിർത്താറായ ഒരു കുഞ്ഞിനെ പോലെയാണ്. ഒരുപാട് കഷ്ടപ്പെടണം പാലുകുടി നിർത്താൻ. കയ്പുള്ള ഒരുപാട് വസ്തുക്കളെ കരച്ച് തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെയും കഷ്ടപ്പെടണം. അങ്ങനെ കഷ്ടപ്പെട്ടെങ്കിലേ ആ കുഞ്ഞടങ്ങുകയുള്ളൂ എന്നതുപോലെ നഫ്സിനെ നിസ്സാരായിട്ട് നീ കാണല്ലേ. നിന്റെ നഫ്സിനെ, നിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ മനസ്സിനെ നീ നന്നായി പണിയെടുത്ത് അധ്വാനിച്ച് തന്നെ തോൽപ്പിക്കണം. എങ്കിലേ നിനക്ക് അല്ലാഹനെ കാണാൻ പറ്റൂ, എങ്കിലേ നിനക്ക് തൗഹീദ് ആസ്വദിക്കാൻ പറ്റൂ. ഇമാം ബൂസൂരി റഹിമഹുല്ലാഹ് പറയാണ്. എത്ര മേൽ കൃത്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയണം. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച സമയം കിട്ടുകയാണെങ്കിലില്ല, മറ്റെന്തെങ്കിലും വിഷയം വരികയാണെങ്കിൽ അതുമായി നമുക്ക് പറയാം. അല്ലെങ്കിൽ നഫ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കണം സഹോദരങ്ങളെ. നമ്മളിങ്ങനെയൊന്നും ആയാൽ പോരാ, നമുക്ക് അല്ലാഹനെ അറിയണ്ടേ. വേണ്ടെങ്കിൽ പറയും, അല്ലാഹനെ അറിയണ്ടേ? അറിയണോ വേണ്ടേ? പക്ഷെ അന്നൊരു ഉഷാറോട് നിങ്ങൾ പറയണില്ല. അല്ലെങ്കിൽ നമുക്ക് ഈ പരിപാടി നിർത്തണം. തൗഹീദ് പറയണ്ടെന്ന് പറയണം. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറുതെ അങ്ങ് പറഞ്ഞാൽ പോരാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ ഖൽബിലേക്ക് എത്തണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അമൽ ചെയ്യാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിന്റെ മഅരിഫത്ത് നമുക്ക് കിട്ടണം. മഅരിഫത്ത് കിട്ടിയവരുടെ പിന്നാലെ നടക്കാൻ കഴിയണം. വേണ്ടേ? പറഞ്ഞേ, വേണോ വേണ്ടേ? ഇൻഷാ അല്ലാഹ് അല്ലാഹനെ അറിയാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.